وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. قال الله عز وجل: وقد أحاطت بنا في كل نائبة وأظلمت جلدا فالحمد لله الحمد لله ثم الحمد لله الحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمنا الحمد لله. ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും നമ്മുടെ മദ്രസ കമ്മിറ്റി പ്രസിഡന്റുമായ ഉമർ മുസ്ലിയാർ, അഭിമന്യരായ രക്ഷിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഉമ്മവന്മാർ, കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് നടന്ന പരിപാടിക്കു ശേഷം അജ്മീരിയ മദ്രസയുടെ ധനശേഖരണാർത്ഥം നടത്തപ്പെടുന്ന പരിപാടിയുടെ സമാപനമാണ്. മാസാന്തം അധ്യാപകരുടെ ശമ്പളത്തിലും നടത്തിപ്പിന്റെ ചെലവിലും മറ്റു സ്ഥായിയായ വരുമാനം പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് എടുത്തുകൊണ്ടുപോയ വലിയൊരു ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് നമ്മുടെ നാട്ടിലെ സംഘടനകളൊക്കെ അവരുടെ പരിപാടികളും പൊതു പ്രഭാഷണങ്ങളുമൊക്കെ നിർത്തിവെച്ചത്. ഇങ്ങനെയുള്ള നടുക്കങ്ങൾ നമുക്ക് പുത്തിരിയൊന്നുമല്ല, ഇതിനു മുൻപ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഈ നൂറ്റാണ്ട് വന്ന ശേഷം തന്നെ നമ്മുടെ ഭാരതത്തിന്റെ, ഇന്ത്യയുടെ ഭാഗമായ ഗുജറാത്തിൽ വലിയ തരത്തിലുള്ള ദുരന്തമുണ്ടായതിൻ്റെ ഓർമ്മ ഇടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സിൽ, വായിക്കുന്നവരുടെ മനസ്സിൽ, ഓർക്കുന്നവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ നൂറ്റാണ്ട് പിറന്നിട്ട് 4-5 വർഷങ്ങളേ ആയുള്ളൂ. ഈ 4-5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആവർത്തിച്ചു വരുന്ന സംഭവങ്ങൾ ബുദ്ധിയുള്ളവരെ, ചിന്തയുള്ളവരെ നടുക്കുകയും വേദനിപ്പിക്കുകയും പരിഭ്രാന്തരാക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നമ്മൾ ബുദ്ധിയുള്ളവരാവുകയില്ല. വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ ആ ദുരന്തങ്ങളിൽ ഞെട്ടാത്തവരായി അല്ലാഹു തആല പടച്ച ജീവികൾ ആരുമില്ല. നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അവക്കപായകരമായ വല്ല മുന്നറിയിപ്പുകളും എന്ന് മാത്രമല്ല, വലിയ ശബ്ദം കേട്ടാൽ തന്നെ നടുങ്ങിപ്പോകും, നമുക്കതറിയാം. അപ്പൊ നടുക്കം, ഞെട്ടൽ, പേടി എന്നൊന്നും പറയുന്നത് നമ്മുടെ മാത്രം പ്രത്യേകതയല്ല. അതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരുമാകില്ല. മനുഷ്യരല്ലാത്ത ജീവികൾക്കുള്ളതാണ് നടുക്കം, ഞെട്ടലൊക്കെ. പിന്നെ നമ്മളിൽ അധിക പേരും ഇപ്പോഴത്തെ ദുരന്തത്തെ ചൊല്ലി നടത്തിക്കൊണ്ടിരിക്കുന്നതും മാനുഷികമായി നമ്മളിപ്പോൾ നമ്മളിൽ അനേകം ചെറുപ്പക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും എന്താണ്? ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി സഹാനുഭൂതിയോടുകൂടെ, അനുകമ്പയോടുകൂടെ നമ്മുടെ നാടിലുള്ള സന്നദ്ധ സംഘടനകളെല്ലാം കർമ്മരംഗത്തിറങ്ങിയിരിക്കും.
അനുകമ്പ തോന്നിയിട്ട് കരുണയോടുകൂടെ കൂട്ടമായി നമ്മളെല്ലാവരും എല്ലാ ഭേദങ്ങളും മറന്ന്, അകലങ്ങൾ മറന്ന്, വ്യത്യാസങ്ങൾ മറന്ന്, മതപരമായോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള എല്ലാവിധ വ്യത്യാസങ്ങളും മറന്ന് മനുഷ്യപ്പറ്റോടുകൂടെ നമ്മുടെ നാടിൽ എന്നു മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യന്മാർ സ്നേഹപരമായ കരുണാപരമായ പ്രവർത്തനങ്ങളിലും ദുരന്തത്തിൽ ഹതഭാഗ്യരായിട്ടുള്ളവരെ സഹായിക്കാനുള്ള പരിശ്രമങ്ങളിലും ഇടപെട്ടിരിക്കുന്നു. ഇതും നമ്മുടെ മാത്രം പ്രത്യേകതയല്ല. നമുക്ക് നിത്യപരിചയത്തിലുള്ള ജീവികൾ പലതും അവയിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവയിലെ ഒരു കൂട്ടത്തിന് അപകടം സംഭവിച്ചാൽ എവിടെ നിന്നൊക്കെയോ ഓടിയെത്തിയിട്ട് കൂട്ടായ്മയോടുകൂടെ അവരിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി മെനക്കെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള കാക്ക, നിത്യപരിചയത്തിലുള്ള കാക്കയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാക്കനെ നമ്മളെപ്പെട്ട വല്ല കുട്ടികളും എന്തെങ്കിലും ചെയ്തു നോക്കണം. വല്ല പ്രവൃത്തികളും ചെയ്താൽ തിരഞ്ഞു പിടിച്ച് ഈ ആളെ തന്നെ നോക്കിയിട്ട് തലക്ക് കൊത്തുന്നിടം വരെ കാക്കകൾ ഐക്യപ്പെടുകയും അവരുടെ കൂട്ടായ്മ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ അപായപ്പെടുത്തിയതിന്റെ പേരിൽ കരുണയോടുകൂടെ അവ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നാട്ടിൽ അനുഭവത്തിലുള്ളതുമാണ്. അപ്പൊ അവിടെയും നമ്മൾ മനുഷ്യർ വേറിട്ട് നിൽക്കുന്നില്ല. അപായം വരുമ്പോൾ ആരിൽ നിന്ന് അപായം ഉണ്ടായെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ വീട്ടിലെ പട്ടി, നായ ഏതെങ്കിലും ഒരു സമയത്ത് ആ പട്ടിയെയോ നായയോ ഉപദ്രവിച്ച ആളെ കണ്ണുവെക്കുകയാണ്. പിന്നെ അയാളെ മറക്കൂല. എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ, അവസരം കിട്ടിയാൽ ആ ആളെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ മൃഗങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഓർമ്മശക്തിയും വിവേചനശേഷിയും അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ അനുഭവത്തിലുള്ളതാണ്. നമ്മുടെ നാടുകളിലുള്ള ഇഴജന്തുക്കൾ, പാമ്പുകൾ, ചില പാമ്പുകൾ അവരിൽ ഏതെങ്കിലും ഒന്നിനെ കൊന്നാൽ കൊന്ന പാമ്പിന്റെ ആൾക്കാരും കുടുംബങ്ങളും ഒന്നിനു പുറകിൽ ഒന്നായി ദിനേന എന്നോണം കൊന്നവരെ തന്നെ ലക്ഷ്യം വെച്ചൊക്കെ വരുന്നത് നമ്മൾ അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സാധാരണ പ്രചാരത്തിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ, അതായത് ദുരിതമനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ആളുകളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിച്ചാലോ അപായം വന്നാലോ ഒക്കെ അവരെ സഹായിക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും വേണ്ടി ഒത്തൊരുമയോടുകൂടെ കരുണയോടുകൂടെ കൂടിച്ചേരുക, ഒത്തുചേരുക എന്ന് പറയുന്നതൊന്നും മനുഷ്യർ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവികളിൽ നിന്ന് വിശേഷപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതൊക്കെ എല്ലാ ജീവികൾക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ളത് തന്നെയാണ്. ഇതുതന്നെയല്ലേ വാസ്തവത്തിൽ ഇപ്പോൾ ഒരു മഹാദുരന്തം സംഭവിച്ചിട്ടുണ്ട് നമ്മിലുള്ളൂ. ഈ ഒരനുഭവത്തിലല്ലേ നമ്മൾ ഇപ്പോഴും ഒത്തുചേർന്നിട്ടുള്ളൂ. എല്ലാ വ്യത്യാസങ്ങളും മറന്ന് മനുഷ്യനെ ഇതാ ഒന്നാക്കിയിരിക്കുന്നു കരുണയുടെ പേരിൽ, സഹായത്തിന്റെ പേരിൽ എന്നാണ് ഇപ്പോൾ പത്രക്കാരും മറ്റുമൊക്കെ വലിയ സംഗതിയായിട്ട് എഴുതുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, അത് പാമ്പും നായയും പട്ടിയും നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും പുറമെയുള്ള പറവുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തുചേരലും ഒരുമയും അവരുടെ വികാരപ്രകടനങ്ങളുമാണ്. ഈ വികാരപ്രകടനങ്ങളല്ല മനുഷ്യൻ എന്ന നിലക്ക് നമ്മിൽ നിന്ന് ഇതൊക്കെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവ് കൽപ്പിക്കുന്നതും നിർദ്ദേശിക്കുന്നതും തേടുന്നതും. 2 ലക്ഷം പേരാണോ മരിച്ചതെന്ന് തിട്ടം പറയാനായിട്ടില്ല. സമുദ്രത്തിൽ നിന്ന് ഇപ്പോഴും കരക്കടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യചടങ്ങൾ. 1ഉം 2ഉം ദിവസേന വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ തന്നെ. ഇനി ഇതര രാജ്യത്തിന്റെ കടൽ തീരത്ത് വരുന്നത് കണക്ക് കൂട്ടിയുക. ഓരോ ദിവസം ഓരോരോ അഭിപ്രായങ്ങളാണ്. എണ്ണം എത്ര തുടങ്ങിയതാ? 1000 മുതൽ തുടങ്ങിയതാണ് എണ്ണാൻ. 1000, 10,000 ഒക്കെ കഴിഞ്ഞിപ്പോൾ ലക്ഷങ്ങളിലാണ് നിൽക്കുന്നത്. ഇനി എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞൂടാ. കെട്ടിടങ്ങളും മറ്റു നാശനഷ്ടങ്ങളും സംഭവിച്ചത് അതും തിട്ടപ്പെടുത്താൻ കഴിയില്ല. വലിയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ച ദുരന്തം. ഒരുപാട് കുടുംബങ്ങൾക്ക് വീട് വേണ്ടി വരും. ഒരുപാട് ഗ്രാമങ്ങളെയും ഒരുപാട് പ്രദേശങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുക തന്നെ വേണ്ടി വരും. അനവധി മനുഷ്യ കുടുംബങ്ങളെയും ഗോത്രങ്ങളെയും തന്നെ പുനരധിവസിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ ഈ ദുരന്തത്തിന്റെ പിന്നിൽ വരുന്ന സംഗതികൾ. ഇതിലൊക്കെ നമ്മൾ ഒത്തുചേർന്ന് എല്ലാവരും പങ്കെടുക്കുന്നു. പള്ളികളിലൊക്കെ പിരിവ്, റോഡുകളിലൊക്കെ പിരിവ്. കാർട്ടൂണിസ്റ്റുകൾ പോലും നമ്മെ പരിഹസിക്കുകയാണ് പിരിവിന്റെ പേരിൽ. പത്രങ്ങൾ എടുത്തു വയ്ക്കാൽ കാർട്ടൂണിന്റെ കോളത്തിൽ നോക്കിയാൽ പിരിവുകാർ വരുന്നോ എന്ന് ഓടുന്ന ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെ പിരിവാരെ കൊണ്ടുണ്ടായിത്തീരുന്ന ശല്യം കാർട്ടൂണിസ്റ്റുകളും കലാകാരന്മാരും വരെ ഇപ്പോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണത്. ഇങ്ങനെയൊക്കെ വല്ലതും സംഭവിച്ചാൽ അപ്പം തന്നെ അതൊക്കെ ഉണ്ടാവാറ്. ഈ പിരിവിലൊന്നുമല്ല, പിരിവ് വേണ്ടാന്നല്ലേ പറയുന്നത്, ഈ പിരിവിലൊന്നുമല്ല മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ വ്യതിരിക്തതയും സവിശേഷ